ഹലോ, നമസ്കാരം. ഏവർക്കും PSC എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാന വ്യവസായങ്ങളാണ്. അപ്പോൾ അതിലെ പരുത്തി തുണി വ്യവസായം നമുക്കിന്ന് പഠിക്കാം. ഓക്കെ അല്ലേ? ലോകത്തിൽ ആദ്യമായി പരുത്തി കൃഷി ചെയ്തത് എവിടെയാണേ? സിന്ധു നദീതട നിവാസികൾ. അപ്പോൾ ലോകത്തിൽ ആദ്യമായി പരുത്തി കൃഷി ചെയ്തത് സിന്ധു നദീതട നിവാസികൾ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം ഏതാണ്? പരുത്തി തുണി വ്യവസായം. പരുത്തിയുടെ ജന്മദേശം ഇന്ത്യയാണ്. അപ്പോൾ പരുത്തിയുടെ ജന്മദേശം എവിടെയാണ്? ഇന്ത്യ. ഇന്ത്യയുടെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഒന്നാണ് പരുത്തി തുണി വ്യവസായം. അപ്പോൾ ഇന്ത്യയുടെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഒന്നാണ് എന്ത്? പരുത്തി തുണി വ്യവസായം. പരുത്തി ഉപയോഗിച്ചുള്ള മസ്ലിൻ, കാലിക്കോസ്, ചിൻസ് തുടങ്ങിയ വളരെ നേർത്ത വസ്ത്രങ്ങളുടെ ഉൽപ്പാദനം ഇന്ത്യയെ ലോകപ്രശസ്തമാക്കി. അപ്പോൾ എന്താണ് ഇന്ത്യയെ ലോകപ്രശസ്തമാക്കിയത്? പരുത്തി ഉപയോഗിച്ചുള്ള മസ്ലിൻ, കാലിക്കോസ്, ചിൻസ് തുടങ്ങിയ വളരെ നേർത്ത വസ്ത്രങ്ങളുടെ ഉൽപ്പാദനമാണ് ഇന്ത്യയെ ലോകപ്രശസ്തമാക്കിയത്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നതാണ് പരുത്തി. അപ്പം പരുത്തി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? യൂണിവേഴ്സൽ ഫൈബർ. അപ്പോൾ ഈയിടെ PSCക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? പരുത്തി. പരുത്തിയുടെ ശാസ്ത്രീയ നാമം ഗോസിപ്പിയം ഹിർസുട്ടം. അപ്പോൾ എന്താണ് പരുത്തിയുടെ ശാസ്ത്രീയ നാമം? ഗോസിപ്പിയം ഹിർസുട്ടം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായവും ഏതാണ്? പരുത്തി തുണി വ്യവസായം. അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ലോകത്ത് പരുത്തി ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചൈന. അപ്പോൾ 1ാം സ്ഥാനത്ത് ഇന്ത്യ ആണെങ്കിൽ 2ാം സ്ഥാനത്ത് ആരാണ്? ചൈന. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം പരുത്തി വ്യവസായം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായമാണ് എന്താണ്? കാർഷിക വ്യവസായമാണ് എന്നറിയപ്പെടുന്നത് പരുത്തി വ്യവസായം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗുജറാത്ത്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം മുംബൈ. അപ്പോൾ ഇന്ത്യയുടെ പരുത്തി തുറമുഖം എവിടെയാണ്? മുംബൈ. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല എല്ലാവർക്കും അറിയാം, ഏതാണ്? പാലക്കാട്. അപ്പോൾ കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? പാലക്കാട്. തിരുവിതാംകൂറിലെ ആദ്യ പരുത്തി മില്ല് സ്ഥാപിക്കപ്പെട്ട സ്ഥലം കൊല്ലം. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യ പരുത്തി മില്ല് സ്ഥാപിക്കപ്പെട്ട സ്ഥലം എവിടെയാണ്? കൊല്ലം. വർഷം 1881. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യ പരുത്തി മില്ല് സ്ഥാപിക്കപ്പെട്ട വർഷം കൊല്ലം 1881. ലോകത്തിലെ ഏറ്റവും വലിയ തുണി വ്യവസായ കേന്ദ്രമാണ് മാഞ്ചസ്റ്റർ, ഇംഗ്ലണ്ട്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ തുണി വ്യവസായ കേന്ദ്രം ഏതാണ്? മാഞ്ചസ്റ്റർ. അതെവിടെയാണ്? ഇംഗ്ലണ്ട്. ഗ്രീക്കുകാർ പരുത്തിയെ വിശേഷിപ്പിച്ചത് സിൻഡൻ എന്നാണ്. അപ്പോൾ ഗ്രീക്കുകാർ പരുത്തിയെ വിശേഷിപ്പിച്ചത് എന്താണ്? സിൻഡൻ. ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായ വർഷം 1818. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് തുണിമില്ല് സ്ഥാപിതമായ വർഷം എന്നാണ്? 1818. ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായത് ഫോർട്ട് ഗ്ലോസ്റ്റർ, കൊൽക്കത്ത. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായത് എവിടെയാണ്? ഫോർട്ട് ഗ്ലോസ്റ്റർ. എവിടെയാണത്? കൊൽക്കത്ത. ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായത് എവിടെയാണ്? മുംബൈ, 1854. അപ്പോൾ ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായത് എവിടെയാണ്? മുംബൈ, 1854. ഇന്ത്യയിലെ നെയ്ത്തുപട്ടണം എന്നറിയപ്പെടുന്നതാണ് പാനിപ്പത്ത്. അപ്പോൾ ഇന്ത്യയിലെ നെയ്ത്തുപട്ടണം എന്നറിയപ്പെടുന്നത് ഏതാണ്? പാനിപ്പത്ത്. അതെവിടെയാണ്? ഹരിയാന. ഇന്ത്യയിലെ ഡെനിം സിറ്റി എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ്. അപ്പോൾ ഇന്ത്യയിലെ ഡെനിം സിറ്റി എന്നറിയപ്പെടുന്നത് ഏതാണ്? അഹമ്മദാബാദ്. ഇംഗ്ലണ്ടിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള അസംസ്കൃത പരുത്തി കൊണ്ടുവന്ന് എത്തിച്ചിരുന്നത് എവിടെ നിന്നാണ്? മുംബൈ തുറമുഖത്തിൽ നിന്നാണ്. അപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള അസംസ്കൃത പരുത്തി കൊണ്ടുവന്ന് എത്തിച്ചിരുന്നത് എവിടെ നിന്നാണ്? മുംബൈ തുറമുഖത്തിൽ. ഇന്ത്യൻ പരുത്തി തുണി വ്യവസായത്തെ 2ആയി തരംതിരിക്കാം: സംഘടിത മേഖലയെന്നും അസംഘടിത മേഖലയെന്നും. അപ്പോൾ ഉൽപ്പാദന പ്രക്രിയയിൽ ഭാരം നഷ്ടപ്പെടാത്ത അസംസ്കൃത വസ്തുവാണ് പരുത്തി. അപ്പോൾ ഉൽപ്പാദന പ്രക്രിയയിൽ ഭാരം നഷ്ടപ്പെടാത്ത അസംസ്കൃത വസ്തു ഏതാണ്? പരുത്തി. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ് പരുത്തി ഉൽപ്പാദനത്തിൽ മുന്നിലുള്ളത്. അപ്പോൾ മുൻപന്തിയിലുള്ള സംസ്ഥാനങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഏതൊക്കെ പറയാം?
മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ എന്തുള്ളത്? പരുത്തി ഉൽപ്പാദിക്കുന്നതിൽ മുന്നിലുള്ളത്. പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, കർണാടകം, പഞ്ചാബ് എന്നിവയാണ് മറ്റ് പ്രധാന പരുത്തി തുണി ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. അപ്പം പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, കർണാടക, പഞ്ചാബ് എന്നിവയാണ് മറ്റു പ്രധാന പരുത്തി തുണി ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. അടുത്ത കുറച്ച് ഇൻഫർമേഷൻ ആയിട്ടുള്ളതാണ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് എന്താണ്? അഹമ്മദാബാദ്, ഗുജറാത്ത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ പഠിച്ചിരുന്നു ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് ഏതാണ്? അഹമ്മദാബാദ്, ഗുജറാത്ത്. വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ ഏതാണ്? കാൺപൂർ, ഉത്തർപ്രദേശ്. അപ്പോൾ വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ ഏതാണ്? കാൺപൂർ. അതെവിടെയാണ്? ഉത്തർപ്രദേശ്. തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂർ. അപ്പോൾ തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ ഏതാണ്? കോയമ്പത്തൂർ. തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂർ, അത് തമിഴ്നാടാണ്. കിഴക്കിൻ്റെ മാഞ്ചസ്റ്റർ ഒസാക്ക, ജപ്പാൻ. അപ്പോൾ കിഴക്കിൻ്റെ മാഞ്ചസ്റ്റർ എവിടെയാണ്? ഒസാക്ക, ജപ്പാൻ. കോട്ടോണോപോളിസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് എവിടെയാണ്? മുംബൈ. അപ്പോൾ കോട്ടോണോപോളിസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് എവിടെയാണ്? മുംബൈ. ഒന്നുകൂടെ പറയാം. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദ്, ഗുജറാത്ത്. വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ കാൺപൂർ, ഉത്തർപ്രദേശ്. തെക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂർ, തമിഴ്നാട്. കിഴക്കിൻ്റെ മാഞ്ചസ്റ്റർ ഒസാക്ക, ജപ്പാൻ. കോട്ടോണോപോളിസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മുംബൈ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് പഠിച്ചത്? പരുത്തി തുണി വ്യവസായത്തെക്കുറിച്ചാണ്. അപ്പം അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കും. ഒന്നും കൂടി അതിൻ്റെ കുറച്ച് കീ പോയിൻറ്റ്സുകൾ പറയാം. പരുത്തിയുടെ ജന്മദേശം എവിടെയാണ്? ഇന്ത്യ. പരുത്തിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഗോസിപ്പിയം ഹിർട്ടുസം. പിന്നെന്താണ്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എവിടെയാണ്? ഇന്ത്യ. രണ്ടാമത് എവിടെയായിരുന്നു? ചൈന. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത്. എന്നാൽ കേരളത്തിൽ എവിടെയാണ്? പാലക്കാട് ജില്ലയിൽ. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? മുംബൈ. ഏറ്റവും പഴക്കം ചെന്ന വ്യവസായമാണ് ഏതെന്നറിയപ്പെടുന്നത്? പരുത്തി തുണി വ്യവസായം. പിന്നെ എന്താണ് ഇതിനറിയപ്പെടുന്നത്? പരുത്തിനെ യൂണിവേഴ്സൽ ഫൈബർ എന്നാണ് അറിയപ്പെടുന്നത്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നതാണ് ഏത്? പരുത്തി. അപ്പോൾ ഇന്ത്യയിലെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? പാനിപ്പത്ത്. ഓക്കെ അല്ലേ? അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.